ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ടൊമാറ്റോ കൊണ്ടൊരു അച്ചാർ തയ്യാറാക്കാം. അപ്പം ഞാനൊരു ചെറിയ 4 ടൊമാറ്റോ ഇങ്ങനെ സ്ക്വയറായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് പാൻ അടുപ്പത്ത് വെച്ചു. നല്ലെണ്ണ ഒഴിക്കുവാണ്. അപ്പോൾ അച്ചാറിനൊക്കെ നല്ലെണ്ണയാണ് നല്ലത്. അപ്പം ഞാൻ നല്ലെണ്ണ ഒഴിക്കുവാണ്. അപ്പോൾ എണ്ണ ചൂടായി, ഞാൻ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടി വരുന്നുണ്ട്. നമുക്ക് മറ്റൊരു മുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ആവശ്യമാണ്, പക്ഷെ കറിവേപ്പില ഇട്ടെടുത്തില്ല. അതുകൊണ്ട് തൽക്കാലം കറിവേപ്പില ഇടാൻ നിവൃത്തിയില്ല. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ കറിവേപ്പില വാങ്ങിക്കാൻ കിട്ടൂല. നമ്മൾ അതിൻ്റെ വീടുകളിൽ പറിച്ചെടുക്കണം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് നോക്കാം. ഈ തക്കാളി ഇത് കിടന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. നമുക്കൊന്ന് അടച്ചു വെച്ചു. ഇപ്പം നമ്മൾ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒരു പിഞ്ച് ഉലുവാപ്പൊടി, കുറച്ച് കായപ്പൊടി, ഇനി മുളക് പൊടി. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പം നന്നായി എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് സാധാ മുളക് പൊടി ചേർക്കാം.
ഈ സ്പൂണിന് ഒരു 1.25 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടൊമാറ്റോ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പുണ്ടോ നോക്കാം. ശകല ഉപ്പ് കുറവാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ടൊമാറ്റോ അച്ചാർ. ഇതാ ഞാൻ അച്ചാർ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെയും, ദോശയുടെ കൂടെ, ഇഡലിയുടെ കൂടെ ഒക്കെ പറ്റിയ ഒരു അച്ചാറാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ആഴ്ച വീണ്ടും കാണാം. ടാറ്റാ.